ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ടക്കറി, സാധാരണ രീതിയിലുള്ള ഒരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഹോം മെയ്ഡ് മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. ആ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പട്ട ഇട്ടു, പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ മല്ലി ഇട്ടു, അത് വറക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെരുംജീരകം ഇടാം. നാടൻ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന. 2 പിടി തേങ്ങ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് എല്ലാം കൂടി ഒക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്കത്. അപ്പോൾ വറുത്തെടുക്കാം. അതിൻ്റെ മൂപ്പെത്തി കഴിഞ്ഞാൽ അത് മൂക്കണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു സാധാരണ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മണി കുരുമുളക് കൊടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് ചുവന്ന കളറിലാവേണ്ട ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇട്ട കാരണം ഈ മുളക് പൊടി നാടൻ പിരിയൻ മുളകല്ല, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മസാല എന്നിട്ട് ആക്കാം. ഇനി പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണോളം ഞാൻ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ 2 സവോളയാണ് എടുത്തേക്കണത്. അത് അതിലേക്ക് അരിഞ്ഞിടാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ മൂത്തു. അപ്പോൾ സവോള നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് മൂക്കണ വരെ ഒരു പരുവം, അധികം ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വറക്കണ വരെ നമുക്കതിലേക്ക് ഇതാക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതിട്ടു, 2 പച്ചമുളക് അരിഞ്ഞതിട്ടു. ഇവിടെ മുളക് കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂടുതൽ വേണമെങ്കിൽ ആക്കാം. അതിൽ ഉപ്പ് പാകത്തിനിടാം നമുക്ക്. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊന്ന് മൂക്കണ വരെ. അതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ സൈസാവുക കാരണം ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ മുട്ടയ്ക്കനുസരിച്ചുള്ള തക്കാളി എടുത്തു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഇടുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന, വീട്ടിലെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് മാത്രം തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാല നമുക്കതിലേക്ക് ഇടാം. അപ്പോൾ എല്ലാം അതിലേക്ക് ആഡ് ചെയ്തു. ഇനി അതൊന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് ഇളക്കി, എണ്ണ തെളിയുന്ന വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വെരി ടേസ്റ്റിയാണ് ഈ എഗ്ഗ് മസാല. അപ്പോൾ മസാലയൊക്കെ തെളിഞ്ഞു. നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ 5 മുട്ടയാണ് ഞാൻ ഇവിടേക്ക് എടുത്തേക്കണത്. അപ്പോൾ ആ മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ മുട്ട ആഡ് ചെയ്തു. അപ്പോൾ ഈ നാടൻ ഈ മുട്ടക്കറിക്ക് ഇതിൻ്റെ ഏറ്റവും മെയിൻ കിടക്കുന്നത് താളിക്കലാണ് ഏറ്റവും മെയിനായിട്ട്. അപ്പോൾ അത് നമ്മുടെ മുട്ടക്കറി റെഡിയായി, പരുവത്തിലായി. ഇനി നമുക്ക് നല്ല താളിപ്പ്, ചെറിയ ഉള്ളി വെച്ചിട്ടൊരു താളിപ്പാണ് അതിലേക്ക്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി നമുക്കത് മൂപ്പിച്ചൊഴിക്കാം. ഇതാണ് ഈ നാടൻ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ചെറിയ ഉള്ളി മൂപ്പിച്ചൊഴിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതിന് അഭിപ്രായം ലൈക്കൊക്കെ തരിക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. Okay, bye.